ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് 6 മാസം ആവാനായി. 6 മാസം എന്ന് പറഞ്ഞാൽ 5 ആവണുള്ളൂ. ഈ നവംബർ 2-ന് 5, അതായത് 6ലേക്ക് കടക്കാണ്. അപ്പോൾ അവന് 6 മന്ത് കഴിയുമ്പോൾ സോളിഡ് ഫുഡ്സ് കൊടുക്കാനാണ് ഞാൻ പ്ലാൻ ആക്കിയേക്കുന്നത്. അതുവരെ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ. അപ്പോൾ അവന് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ. അതായത് ഈ പാത്രം അവന് മാത്രം തിളപ്പിക്കാൻ വേണ്ടി, കുറുക്ക് തിളപ്പിക്കാനുള്ള പാത്രം നമ്മുടെ ചായപാത്രത്തിലാക്കാൻ പറ്റില്ല. നമ്മൾ ചായപാത്രത്തിൽ എന്തൊക്കെ ആക്കണ്ട. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രം, പിന്നെ സിലിക്കോൺ ടൈപ്പ് സ്പൂണ്, ബൗള്, അങ്ങനത്തെ ഞാനിങ്ങനെ മൈൻഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഷോപ്പിൽ പോയിട്ട് നമുക്ക് നോക്കാം കിട്ടുമോയെന്ന്. അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ തന്നെ ബുക്ക് ആക്കേണ്ടി വരും. അപ്പോൾ ഞാൻ അവന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കണേന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു പേജിൽ നിന്ന് ഇങ്ങനെ ഓർഡറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. അവനെ ഞാനിപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ടില്ല, കാരണം ഇപ്പം മാറ്റിക്കഴിഞ്ഞാൽ ആൾ തുപ്പലം കൊണ്ട് വരകി. ഇപ്പം ഞാൻ അവിടെ കളിപ്പാട്ടം കൊണ്ട് കളിച്ചുകൊണ്ട് നിൽക്കണ്ട്. ഡ്രസ്സ് ഇട്ട് കൊടുക്കണം. മേനപ്പോൾ വരും. മേന വന്നിട്ടുണ്ട്. നമ്മൾ റെഡി ആയല്ലോ. റോമ്പറൊക്കെ ഇട്ടിട്ട്. ഇതെൻ്റെ അനിയത്തി കൊടുത്തതാണ്, ഇളയവള് ചെപ്പ. നമ്മൾ റെഡി ആയല്ലോ. ഇങ്ങോട്ട് വാ. എന്തല്ലോ പിച്ചുമ്പയൊക്കെ പറഞ്ഞ് നടക്കണ്ട്. മേനാ എന്റെ പൊന്നു വന്നേടി. മേനു ഇപ്പൊ ആക്റ്റീവായിട്ട് വീഡിയോസ് കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമുണ്ട്. കുറെ പേര് പറഞ്ഞു മേനുവിനെ ഇങ്ങനെ കാണാൻ നല്ലുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കും എപ്പോഴും. താങ്ക് യു സോ മച്ച് മൈ ബേബി. വാപ്പാനെ കാണുമ്പോ കണ്ടോ വാപ്പാനെ കണ്ടിട്ട് ഇത് വാതില് ലോക്ക് ഇട്ടായിരുന്നു. അപ്പൊ നമ്മ പോട്ടെ. അപ്പൊ ഞാനില്ലേ മൂന്നാറ് ട്രിപ്പ് പോയ വീഡിയോ കിട്ടുന്നുണ്ട് കേട്ടാ. നോക്കി നോക്കാം കണ്ടോളെ. നമ്മള് എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് തമാശ ഗൈസ്. അപ്പൊ ഞാൻ കേറിയപ്പോ തന്നെ മേനെടുത്ത് പറയുന്നറിയോ, മേന ദാഹിക്കാൻ കുറച്ച് വെള്ളം വേണം. അപ്പോഴേ ഞാൻ റീൽസിൽ കാണുന്നത് എന്തൊരു റിലേറ്റബിൾ ആ റീൽസിൽ കാണുമല്ലേ, വണ്ടിയിലേക്ക് കയറുമ്പോ ഭാര്യമാര് എന്താ ഫുഡ് എന്നെ കാണുമ്പോ തട്ടുപിടിക്കാൻ തോന്നുന്നു, ബിരിയാണി തിന്നാൻ തോന്നുന്നു, ബർഗർ തിന്നാൻ തോന്നുന്നു. പിന്നെ ഞാൻ ആരോടാ പറയേണ്ടത്? പറയണ ലിമിറ്റ് ഉണ്ട് പറയുന്നതിന്. ഇടക്ക് ഇതെന്നെ കാണുമ്പോ മറ്റേ തോന്നുന്ന ഒരു സുഖേടാന്ന് കാണുമ്പോ പറയൂട്ടാ. ഈ ഒരു ഇവിടെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്. നമ്മൾ ഈ അടുത്ത് ഇവിടുന്ന് വാങ്ങിച്ചു ബൈക്കട കുറെ ദുവാ കിട്ടി നമുക്ക്. മറ്റേ സഫാനെ കണ്ടാട് ഇവിടെ വന്നവർക്കൊക്കെ ദുവാ ചെയ്യുമോന്നാവോന്ന് മേലോട് പറയട്ടെ. പുള്ളി ഇവിടെ അറിയില്ല, മേന പറഞ്ഞ അറിയില്ല. നമ്മള് പറയും ചെയ്ത്. ഞാൻ എല്ലാരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, ആര് ഇപ്പൊ ഏത് ഒരുപാട് ഉസ്താന് പഠിക്കുന്നവരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും ഇപ്പം അത്യാവശ്യം നമ്മളെ സബ്സ്ക്രൈബർ ഒക്കെ ഉണ്ട്. അപ്പോ പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, ഈ ഇസ്ലാമിൽ പഠിക്കുന്നവരൊക്കെ. അപ്പൊ ആ സമയത്ത് അവര് പറയും ഞാൻ എപ്പോഴും ദ്വാരിക്കാറുണ്ട് ഇക്കാക്ക് വേണ്ടിട്ട് എന്നെല്ലാം പറയും. അപ്പൊ ഞാൻ പറയും ദ്വാരിക്കുന്നല്ലോ ഓക്കെ, ഒരിക്കലും എന്റെ ആയുസിന് വേണ്ടിട്ട് എനിക്ക് ദുആ ചെയ്യരുത്. കാര്യം പറയട്ടെ, ആയുസിനും വേണ്ടിട്ട് ഒരിക്കലും ദ്വാരിക്കരുത്. എനിക്ക് വേണ്ടത് സമാധാനത്തിനും വേണ്ടിട്ട് ദുആയിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യനും ജീവിക്കുമ്പോ സമാധാനം ഇല്ലാണ്ട് ജീവിക്കുന്നതിനും നല്ലത് മരിക്കുന്നതാണ്. അതല്ലേ പോയിന്റ്. ഇപ്പം ഒരാള് പറയുന്നത് നിനക്ക് ആയുസ് വേണോ അല്ല നിനക്ക് സമാധാനം വേണോ വെച്ചെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യുള്ളൂ. കാരണം എന്താന്ന് വെച്ചെങ്കിൽ മരിച്ചു ജീവിക്കുന്നതിനും നല്ലത് ജീവിച്ചു മരിക്കുന്നതാണ്. മനസ്സിലായി? അപ്പൊ നമ്മള് സന്തോഷിച്ചുള്ള വീഡിയോ, മൂന്നാർ വീഡിയോ. അപ്പൊ ആരും എനിക്ക് ആയുസിന് വേണ്ടി ദുആ ചെയ്യരുത്. മാക്സിമം എന്താ പറയാ, ഇപ്പൊ എല്ലാരും ആയുസിന് വേണ്ടി ദുആ ചെയ്യുന്നോ
കൊറേ പക്ഷെ വേറെ സമാധാനത്തിലാണ് ജീവിക്കണത്. അപ്പൊ ആയുസിന് കുഴപ്പമില്ല. എന്റെ ഉമ്മ അധികം പ്രാർത്ഥിക്കൂട്ടാ, അങ്ങനെ ആയുസ് ആഫിയത്ത് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ എപ്പോഴും അത് ഒരു ടൈം കഴിഞ്ഞ പിന്നെ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ആ ദുആയിൽ എന്നെ ഉൾപ്പെടുത്തരുത്, കാരണം എനിക്ക് ഒരിക്കലും ആയുസിന് വേണ്ടിയിട്ട് ദുആ ചെയ്യണ്ട. എന്താ പറയാ, ഇങ്ങനെ ഒരു അല്ല, ഒറ്റൊരു കാര്യം എനിക്ക് മനസ്സിലുള്ള സാധനം ഓപ്പൺ ആയിട്ട് പറയാനൊരു മടിയെന്നല്ല, എനിക്ക് എന്താ പറയാ ഓപ്പൺ ആയിട്ട് അങ്ങനെ പച്ചക്ക് പറയാൻ അറിയുന്നില്ല. ഞാൻ പഠിച്ചു തുടങ്ങാം. അല്ല, ഞാൻ പച്ചക്ക് പറയാൻ പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ ഞാൻ പച്ചക്ക് പറയാം, തെറിയാണെങ്കിലും എന്താണെങ്കിലും. അതെ, എന്റെ ഫോണിൽ നോക്കി പറയാൻ നിൽക്കാനാ, ഇത് ഞാൻ എടുക്കുന്ന വ്ലോഗാണ്. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഞാൻ എന്താ പറഞ്ഞു കൊടുത്തു വേണം. അപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ ഇന്നത്തെ ദിവസങ്ങൾ മൂന്നാർ പോയ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണണം ഗൈസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മള് യാതൊരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഈ തീട്ടം പറഞ്ഞ് കൊറേ കാലം മുന്നേ ഇങ്ങനെ തന്നെ സംസാരിക്കൂട്ടാ. ഹലോ ഗൈസ്, നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ പറയുന്നത് കൊള്ളൂലെന്ന് തോന്നണല്ലേ. ഈ മറ്റേ 9 സംസാരിക്കണം. അല്ല, ഞാൻ പറഞ്ഞത് മേനൊരു ഭയങ്കര ഹാപ്പിനെസ്സിൽ പറയണതാണ് അങ്ങനെ. പക്ഷെ സംസാരിച്ചു വരുമ്പോ അങ്ങനെ എന്റെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ അടുത്ത് ഇരിക്കും നല്ലതാണ്, ഇതങ്ങനെ സംസാരിക്കണ പോലെ ഉണ്ട് എന്നൊക്കെ പറയും. അതെ, കോപ്പറ എടുക്ക്, ഞാൻ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ എടുത്തോ. എന്റെ മുത്തിന് എന്താ പറയാനുള്ളത്? തണുപ്പില്ല ഗൈസ്, മൂന്നാറ് തണുപ്പുണ്ടായില്ല. മൂന്നാറ് വെയിലത്ത് പോയ തണുപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തണുപ്പുണ്ടോ? എനിക്ക് ആ തണുപ്പൊന്നും ഫീൽ ചെയ്തില്ല. ഇതിലപ്പുറം തണുപ്പുണ്ടാവും മൂന്നാറ്. അതില് തണുപ്പുണ്ടായെന്നോണ്ട് പിറ്റേ ദിവസം അമ്മ ഇവിടെ വന്നപ്പോ മഴ പെയ്ത സമയത്ത് ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ഒരു കാര്യം ഞാൻ പറയാനുണ്ട്, പക്ഷെ അതിപ്പോ അല്ല, നാളെ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് ചോദിക്കുമ്പോ പറയും മറന്നുപോയി. എത്ര കണ്ടേക്കണേ, അവനവിടെ എക്സ്പ്ലോർ ചെയ്യണേ, ആകാശം കണ്ട്. ജീവനം സ്നേഹിച്ചുള്ളൊരു പെണ്ണിനെ വഞ്ചിച്ചു. ഒരു നാടകവേദിയിൽ നായകനോ ഞാൻ ഗതിച്ചു. കഥയെന്നും കണ്ണീരായി, കനവുകളിൽ നൊമ്പരമായി, കഥനങ്ങൾ കോട്ടിനായി, അവളിൽ നിന്നോർമ്മയിലായി, കഥനങ്ങൾ കോട്ടിനായി, അവളിൽ നിന്നോർമ്മയിലായി, ജീവൻ തുല്യം സ്നേഹിച്ചുള്ളൊരു പെണ്ണിനെ വഞ്ചിച്ചു. ഞാൻ കട്ടയാൻ വേണ്ടി നിന്നപ്പോഴാണ് പാട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വെച്ചു. അപ്പൊ നമുക്ക് ഷോപ്പിലെത്തില്ല. നീ എന്റെ നോക്കണേ നീല നിലവേ എന്നിലെ ഓക്കെ, തെറ്റി ലിറിക്സ് തെറ്റി. എന്നിലല്ല പിന്നെന്ത്? സ്റ്റോപ്പ് ഇറ്റ്. പിന്നെന്താ? നിന്നില്ല, എനിക്കറിയില്ല തെറ്റിന്ന് പറയാൻ കാരണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്താണ് നീല നിലവേ ലിറിക്സ് തെറ്റാണ്. എന്താ പ്രശ്നം എന്ന് പറഞ്ഞെങ്കിൽ, എനിക്ക് ലിറിക്സ് അറിയും, പാടാൻ അറിയില്ല. മേനു പാടാൻ അറിയും, ലിറിക്സ് അറിയില്ല. ഇതാണ് എല്ലാവർക്കും ഒരു കഴിവ് ഒരുമിച്ച് പഠിച്ചു കൊടുക്കില്ലല്ലോ. അതിനൊരു ഉദാഹരണമാണ് ഞങ്ങൾ. കുറെ നേരമായി ഷോപ്പിലെത്തിയിട്ട് കാണാൻ പറഞ്ഞു, പിന്നെ ശല്യങ്ങളും. ഹലോ ഷീഡോ ഓടിക്കുക, ഷീഡോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ഇരിക്കാൻ സ്റ്റൂൾ കിട്ടി. ഇവർ മേളിലേക്ക് ഡ്രസ്സൊക്കെ വെക്കുന്നു തോന്നുന്നു, ചവിട്ടിക്കറന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് എന്തെങ്കിലും ഇരിക്കാം. അടിച്ചുകൊണ്ടിരി എന്തേ അപ്പോൾ ബൗള് കിട്ടിയില്ല, സ്പൂണില്ല, സിലിക്കോൺ ടൈപ്പൊന്നുമില്ല, ഒന്നും കിട്ടിയില്ല. വെറുതെ ഇങ്ങനെ നോക്കണം ഓരോന്ന്. അപ്പോൾ ഞാൻ വെറുതെ ഇനി ശരി കൊച്ചു ഉറങ്ങിയെന്ന് പറഞ്ഞതാ ഞാൻ. അപ്പോൾ നമ്മൾ കൊച്ചിനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൂടി ഇല്ല, സിലിക്കോൺ ടൈപ്പൊന്നും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, മേനു ഡ്രസ്സ് നോക്കാമെന്ന് കയറിയിട്ടാകുമ്പോൾ അവിടെ ഒന്നുമില്ല. ഞാനേ പോകണം. പാൻറ് നോക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇഷ്ടപ്പെട്ട പാൻറ്റൊന്നുമില്ല. ഉറങ്ങി, നല്ല ഉറക്കമാണ്, കണ്ണ് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ കിടത്തിയിട്ട് ഒന്നും ഇങ്ങനെ ആക്കിയുള്ള പോത്തിന് ഉറങ്ങി.
പോവാണ്ടായാലും കുറച്ച് വെള്ളം കുടിക്കണം, തണുത്തത് ജ്യൂസ് തുടങ്ങി. കാണിച്ചേ. കുറുക്ക് ഇളക്കാൻ്റെ ചെറിയ പാത്രം. അപ്പം നമ്മൾ സോക്സ് വാങ്ങി ആ പാത്രം വാങ്ങിച്ച് ബില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഡർ ജ്യൂസ് എല്ലാം ആണെന്ന് പറഞ്ഞിട്ട് തണുത്ത കുടിക്കാൻ തോന്നുന്നു. ആ ജ്യൂസ് പീടിയയിൽ വേണം അവരെ ലൈവ്. കരിക്കെടുക്കുന്നുണ്ടാ? അവൻ വായറിട്ടിന്നെ ഇത് കാണിക്കാം. ഇവനെ പിടിച്ചേ, ഇവനെ പിടിക്കും, ഇവനെ ഇളകും, എൻ്റെ പോകും. നല്ലുണ്ട്, കുടിച്ചോ, കുറച്ചുകൂടി ചോക്ക്. സൂപ്പർ. പിടിച്ചിരിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു. ബേബി ഉറങ്ങണമെങ്കിലേ. അപ്പം ഞാൻ വന്നപ്പോൾ തന്നെ കുറച്ച് കുക്കുംബർ അരിഞ്ഞിട്ട് നാരങ്ങ പിന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നാരങ്ങ ഇല്ല, അപ്പോൾ ഞാൻ ഉപ്പ് വെറുതെ മിക്സാക്കിയിട്ട് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. അപ്പോൾ സ്പൂണ് ഞാൻ ഓൺലൈനിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈപ്പ് സ്പൂണില്ല, സിലിക്കോൺ ടൈപ്പ് ഇല്ല, സിലിക്കോൺ പ്ലാസ്റ്റിക്കൊന്നും ഇല്ല. അപ്പോൾ ഒരു ചെറിയ പാത്രം കുറുക്ക് ഇളക്കാൻ അവന് വേണ്ടി മാത്രം. നമ്മുടെ ചായപാത്രത്തിൽ കോഫി, ഓട്സ് എല്ലാം വെക്കണമല്ലേ. പിന്നെ ഒരു സോക്സ് കാണിച്ചു തരാം. ഒരു സോക്സ് ചേർത്ത് മൂന്നെണ്ണം ഉള്ളത്. കുറേ ആയി. അവന് ഷൂ ഒരെണ്ണമുള്ളൂ, അത് പാകമല്ല. പിന്നെ സോക്സ് മതി. ഇപ്പോൾ ഷൂ ഇപ്പോൾ വാങ്ങിച്ചാൽ എല്ലാം വേവേം ചെറുതാവല്ലേ, എന്തിനാ വെറുതെ വാങ്ങിച്ചിട്ട്. ഇതാ ഒരു ചെറിയ പാത്രം ഓൺലൈനിൽ ഞാൻ കണ്ട്, സെയിം റേറ്റിന് തന്നെ രണ്ടും ഒരേ പാത്രം തന്നെ. പക്ഷേ ഓൺലൈനിൽ നമുക്ക് എത്രത്തോളം നല്ലതായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇത് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ സോക്സ് ഇപ്പോൾ ഒരു സെറ്റ് വാങ്ങിച്ചിട്ടുള്ളൂ, കാരണം എങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതാ കുക്കുംബർ ഇങ്ങനെ അരിഞ്ഞ് തിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഫ്രൂട്ട്സ് ഇങ്ങനത്തെ കുക്കുംബർ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. കുക്കുംബർ നാരങ്ങ ഇട്ട് ഞാൻ നല്ലോണം തിന്നും. ഞാൻ വെച്ചാൽ നാരങ്ങ നല്ലോണം പിന്നിട്ട് നാരങ്ങ നല്ലോണം തിന്നും. ഇതിൽ ഉള്ളക്ക വേഗം വെറുതെ വേണ്ട. അപ്പോൾ ഇത്രയുള്ളൂ. ഇതാണ് നമ്മുടെ ഒരു ഷോപ്പിങ്ങിൻ്റെ കൊച്ചിൻ്റെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയത്. അങ്ങനെ അപ്പം എന്താ, അപ്പോൾ വേറെ ഒന്നുമില്ല, ബൈ ബൈ പറയാം. ബൈ ബൈ. ഗസ് ദിസ് ജ്യൂസ് ഗൈസ്, ഇതൊരു ജ്യൂസാണ്. ഗസ് ചെയ്യും, കറക്റ്റ് ആരാ പറയണമെന്ന്.